താങ്ക് യു ഗൈസ് ഫോർ റിജോയിനിങ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതർവൈസ് വി കൻ മൂവ് ടു ദ അനദർ കോൺസെപ്റ്റ്. ക്ലിയർ. താങ്ക് യു. അടുത്തൊരു പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് തിയറിയാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് BF സ്കിന്നറിന്റെ തിയറിയാണ്. വെരി സിംപ്ലി നമ്മളെ ലേണിംഗ് കോൺസിക്വൻസസ് ഓഫ് ബിഹേവിയറിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മളെ ബിഹേവിയറിന് ലഭിക്കുന്ന കോൺസിക്വൻസിലൂടെയാണ് നമ്മളുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ നമ്മളെ ലേണിംഗ് സംഭവിക്കുന്നത് എന്നാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ ബിഹേവിയർ, നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തികളുടെ റെയിൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ഇതിനൊക്കെ അനുസരിച്ച് സ്ട്രെങ്തൻ ആകുന്നു, വീക്കൻ ആകുന്നു. ഇതാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു ബേസിക് ഐഡിയ. ഒപ്പറന്റ് കണ്ടീഷനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾക്കൊക്കെ ദൈനംദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്. ഇപ്പൊ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അയാൾ വീണ്ടും ആ ഒരു സ്വഭാവം റിപ്പീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് വരാറുണ്ട്. ഒരാൾ ഒരു ചീത്ത കാര്യം ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ പണിഷിങ് ദം, സ്വാഭാവികമായിട്ടും ആ ഒരു ബിഹേവിയർ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാരണമായിട്ട് അത് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. കോൺസിക്വൻസസ് ഓഫ് ബിഹേവിയർ, അതിലൂടെ ലേണിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു ബേസിക് ഐഡിയ. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ടേമുകൾ വരുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, എക്സ്റ്റിങ്ഷൻ, ഷേപ്പിംഗ്, ഇങ്ങനെ കുറെ ടേമുകൾ വരുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ് പണിഷ്മെന്റും പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. ആദ്യം തന്നെ റെയിൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബിഹേവിയർ, അതിന്റെ ഫ്രീക്വൻസി കൂട്ടണം, അതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അതേസമയം നമ്മൾക്കൊരു ബിഹേവിയർ കുറക്കണം, അതിന്റെ ഫ്രീക്വൻസി കുറക്കണം, അതിനെ വീക്കൻ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പണിഷ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് അപ്പോൺ അവർ ഇന്റൻഷൻ. നമ്മൾക്കൊരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിൽ അത് റീഇൻഫോഴ്സ്മെന്റ് ആണ്, വീക്കൻ ചെയ്യാനാണെങ്കിൽ അത് പണിഷ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പണിഷ്മെന്റും രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എന്താണ് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗിവിംഗ് സംതിങ് അത് പോസിറ്റീവ് ആണ്, ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് സംതിങ് അത് നെഗറ്റീവ് ആണ്. അത്ര മാത്രമേ മാറ്റുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരാളൊരു നല്ല കാര്യം ചെയ്തു, ആൾക്കൊരു സമ്മാനം കൊടുത്തു. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, വി ആർ അപ്ലൈയിങ് സംതിങ്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ എൻഹാൻസ് ആകും. ഒരാൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി, നമ്മളൊരു സമ്മാനം കൊടുത്തു, സ്വാഭാവികമായിട്ടും അവരുടെ ബിഹേവിയർ എൻഹാൻസ് ആകും, അടുത്ത പരീക്ഷയ്ക്കും ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ആകും. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, പക്ഷെ വി ആർ റിമൂവിങ് സംതിങ്. ഒരാളൊരു നല്ല കാര്യം ചെയ്തു, അപ്പൊ ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. ആൾക്ക് എന്തോ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ, നല്ല മാർക്ക് പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ +2 നല്ല മാർക്കിൽ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, മൊബൈൽ യൂസേജ് ഇത്ര സമയം പറ്റുള്ളൂ, അത് നമ്മൾ എടുത്തൊഴിവാക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല, ബട്ട് വി ആർ റിമൂവിങ് സംതിങ്. അവേഴ്സീവ് ആയിട്ടുള്ള എന്തോ ഒരു സംഗതി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൾസോ ഫോർ റീഇൻഫോഴ്സിങ് ദ ബിഹേവിയർ. അതിനാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. പണിഷ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ് നമുക്കറിയാം കൊടുക്കുന്നതാണ്. നല്ല അടി കൊടുക്കുക, നല്ല ഫൈന് കൊടുക്കുക, ഇതൊക്കെ നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. ഒരു ബിഹേവിയർ കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് വി ആൾസോ ഹാവ് നെഗറ്റീവ് പണിഷ്മെന്റ്. ആൾക്ക് പോസിറ്റീവായിട്ട് ലഭിച്ചിരുന്ന ഒരു ആനുകൂല്യത നമ്മൾ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഉദാഹരണം, ഒരാള് ഒരു കുട്ടി ഭയങ്കര എന്താണ് ക്ലാസ് റൂമിൽ എന്താണ് മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് മൊബൈൽ ഉപയോഗം എന്നുള്ളൊരു സാധനം ഒരാഴ്ചത്തേക്ക് ആൾക്ക് ബാൻ ചെയ്യുക. അപ്പോൾ ആൾക്ക് ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യത്തെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ്സ് ആൾസോ ടു ഡിക്രീസ് ദയർ മിസ്ബിഹേവിങ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ. അപ്പൊ അതാണ് നെഗറ്റീവ് പണിഷ്മെന്റിനുള്ള ഉദ്ദേശം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റും പറഞ്ഞു. പണിഷ്മെന്റ് എന്താന്ന് പറഞ്ഞു. എക്സ്റ്റിങ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ സ്റ്റോപ്സ് വെൻ ദ റെയിൻഫോഴ്സ്മെന്റ് ഈസ് റിമൂവ്ഡ്. നമ്മൾ ഒപ്പറന്റ് കണ്ടീഷനിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം പറയാറുള്ളതും ഇതാണ്.
നമ്മളിപ്പോ ഒരു കുട്ടി, അതിന് നമുക്ക് വേറെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു കുട്ടി ഇപ്പോ എപ്പോഴും എല്ലാ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആൾക്ക് എപ്പോഴും റിവാർഡ് കിട്ടിയോണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ റിവാർഡ് കിട്ടാണ്ടാകുമ്പോക്ക് ആ ഒരു ബിഹേവിയർ എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവർ ഭയങ്കരമായിട്ട് എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഉള്ളിൽ നിന്നൊരു റിവാർഡും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ സാറ്റിസ്ഫാക്ഷന്റെ അപ്പുറത്തേക്ക് ഇത് ചെയ്താൽ കിട്ടുന്ന എക്സ്റ്റേണൽ റിവാർഡ്സ് ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കുട്ടികളെ വഷളാക്കി കളയരുത് എന്നുള്ളൊരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. നമ്മൾ എല്ലാ നല്ല കാര്യത്തിനും സമ്മാനം കൊടുത്ത് കുട്ടീനെ കേടാക്കരുത്. അതിനൊക്കെ ഒരു മാന്യത വേണം. അതിനും കൊടുക്കുന്നതിന് ഒരു 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 ലിമിറ്റും പരിപാടിയൊക്കെ നമ്മൾ പിടിക്കണം, നിർബന്ധമായിട്ടും പിടിക്കണം. ആൻഡ് ഷേപ്പിംഗ് ഗ്രാജുവലി റെയിൻഫോഴ്സിംഗ് സക്സസീവ് അപ്രോക്സിമേഷൻസ് ടു ഡിസയേർഡ് ബിഹേവിയർ, ടീച്ചിങ് എ ഡോഗ് ടു ഫെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമ്മൾ മൃഗങ്ങളൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട്, മെരുക്കിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയും. അവർ ഓരോ സക്സസീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻ, നമുക്കിപ്പോ ഒരു ആന റിങ്ങിന്റെ ഉള്ളിലൂടെ ചാടലാണ് നമ്മൾ ആവശ്യമെങ്കിൽ ആദ്യം തന്നെ ആന റിങ്ങിന്റെ ഉള്ളിലൂടെ ചാടൂല. അപ്പൊ അതിനെ മെല്ലെ 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 അതിന്റെ ഒരു അതിന്റെ ഒരു സക്സസീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻസിനൊക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്ത് 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 ഗ്രാജുവലി നമ്മൾ ആ ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് അവർ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഷേപ്പിംഗ് എന്ന് പറയാറുള്ളത്. ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് സ്കിന്നർ ബോക്സ് എന്ന് പറയുന്ന ഒരു പെട്ടിയിൽ ഒരു എലിനിട്ടുകൊണ്ടാണ്. ആ എലി ലിവർ അമർത്തുന്ന സമയത്തൊക്കെ ഫുഡ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ ഒരു ലിവർ അമർത്തുക എന്ന് പറയുന്ന ഒരു ബിഹേവിയർ എൻഹാൻസ്ഡ് ആയി, ബിക്കോസ് ഈസ് ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് റെയിൻഫോഴ്സ്മെന്റ്, റിവാർഡ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് വളരെ പ്രധാനമാണ്. റെയിൻഫോഴ്സ്മെന്റ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. റെയിൻഫോഴ്സ്മെന്റ് എപ്പോഴും കൊടുക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കൃത്യമായുള്ള ഷെഡ്യൂൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല 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 എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഒരു ഓർഡർ ഒക്കെ ഉണ്ട്. റെസിസ്റ്റൻസ് ടു എക്സ്റ്റിങ്ഷൻ എങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ്. കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ, ആ ഒരു സാധനം ബിഹേവിയർ സ്ട്രെങ്തൻ ആവുക ചെയ്യും, പക്ഷെ പെട്ടെന്ന് തന്നെ എന്താകും, അത് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, എക്സ്റ്റിങ്ഷനോടുള്ള റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. എപ്പോഴാണ് റെയിൻഫോഴ്സ്മെന്റ് നിൽക്കുന്നത് അപ്പൊ തന്നെ ആ ഒരു ബിഹേവിയർ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്നത് നമ്മൾക്ക് ഇവിടെ പറഞ്ഞല്ലോ, ഫിക്സ്ഡ് വേരിയബിൾ, റേഷ്യോ, ഇന്റർവെൽ. ഫിക്സ്ഡ് റേഷ്യോ ഉണ്ട്, ഫിക്സ്ഡ് ഇന്റർവെൽ ഉണ്ട്, വേരിയബിൾ റേഷ്യോ ഉണ്ട്, വേരിയബിൾ ഇന്റർവെൽ ഉണ്ട്. എന്താ മാറ്റം എന്നുള്ളത് നോക്കാം. ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ റെയിൻഫോഴ്സ്മെന്റ് ഗിവൺ ആഫ്റ്റർ ആക്ഷൻ കംപ്ലീറ്റഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടൈം. ഒരു പ്രവൃത്തി ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടൈം റിപ്പീറ്റ് ചെയ്താൽ മാത്രം റെയിൻഫോഴ്സ്മെന്റ് കിട്ടുക. ഇതിനാണ് നമ്മൾ ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയാം. ഇത്ര തവണ ചെയ്ത് കഴിഞ്ഞാല്, ഇത്ര അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് റെയിൻഫോഴ്സ്മെന്റ് കിട്ടുക. 5 തവണ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെന്റ് കിട്ടുക, അല്ലെങ്കിൽ 5 സെയിൽസ് നടത്തി കഴിഞ്ഞാൽ ഇത്ര രൂപ ബോണസ്. ഇതിനാണ് നമ്മൾ ഫിക്സ്ഡ് റേഷ്യോ എന്ന് പറയാം. അതേസമയം വേരിയബിൾ റേഷ്യോ ഉണ്ട്. വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര തവണ ചെയ്താലാണെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല, പക്ഷെ റെയിൻഫോഴ്സ്മെന്റ് കിട്ടും. റെയിൻഫോഴ്സ്മെന്റ് ഈസ് ഗിവൺ ആഫ്റ്റർ കംപ്ലീറ്റഡ് എ വേരിയിങ് എമൗണ്ട് ഓഫ് ടൈം. അതിനാണ് വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത്. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ റെയിൻഫോഴ്സ്മെന്റ് ഗിവൺ ആഫ്റ്റർ എ ഫിക്സ്ഡ് പീരിയഡ് ഓഫ് ടൈം. ഇവിടെ സമയമാണ്, മറ്റേത് തവണകളായിരുന്നു, നമ്പേഴ്സ് ആയിരുന്നു. ഇവിടെ സമയമാണ്. ഒരു 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 ഒരാഴ്ച, ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് റെയിൻഫോഴ്സ്മെന്റ് കിട്ടുക എന്നൊക്കെയാണെങ്കിൽ അത് ഫിക്സ്ഡ് റേഷ്യോ ആണ്. അതേസമയം പ്രത്യേകിച്ച് ഒരു ടൈം ബൗണ്ട് ഒന്നുമില്ല, എന്നാ റെയിൻഫോഴ്സ്മെന്റ് കിട്ടും. വേരിയബിൾ ആണ്, സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതാണ് നമ്മൾ വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയാം. ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് ടു എക്സ്റ്റിങ്ഷൻ പറയുകയാണെങ്കിൽ വേരിയബിൾ റേഷ്യോ ആണ് ഭയങ്കര റെസിസ്റ്റൻസ് ടു എക്സ്റ്റിങ്ഷൻ ഉള്ളത്, വേരിയബിൾ റേഷ്യോ. പിന്നെ വേരിയബിൾ ഇന്റർവെൽ, പിന്നെ ഫിക്സ്ഡ് റേഷ്യോ, പിന്നെ ഫിക്സ്ഡ് ഇന്റർവെൽ, ആൻഡ് ലാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കുറവുള്ളതാണ് കണ്ടിന്യൂസ്. റെസിസ്റ്റൻസ് ടു എക്സ്റ്റിങ്ഷൻ ഉള്ളതാണ് കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഫിക്സ്ഡ് റേഷ്യോ, റെയിൻഫോഴ്സ്മെന്റ് ആഫ്റ്റർ എ സെറ്റ് ഓഫ് നമ്പർ ഓഫ് റെസ്പോൺസസ്. ഇത്ര റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര നമ്പർ ഓഫ് റെസ്പോൺസസിന് ശേഷം ഒരു റിവാർഡ് ഉണ്ട്. ഓരോ 5 ടാസ്കിന് ശേഷം റിവാർഡ് കൊടുക്കുക. ഫിക്സ്ഡ് റേഷ്യോ ആണ്. വേരിയബിൾ റേഷ്യോ, റെയിൻഫോഴ്സ്മെന്റ് ആഫ്റ്റർ ആൻ അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ്. എത്രയാണെന്ന് പറഞ്ഞുകൂടാ,
പക്ഷെ കിട്ടും. നമ്മൾ ഈ ഗാംബ്ലിങ്ങിലൊക്കെ വരുന്ന ഒരു അഡിക്ഷൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ അവിടെ ലഭിക്കുന്ന റെയിൻഫോഴ്സ്മെന്റ് വേരിയബിൾ റേഷ്യോ ആണ് എന്നുള്ളതാണ്. വേരിയബിൾ റേഷ്യോ ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഫിക്സ്ഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. അപ്പൊ നമ്മൾ ഒരു മന്ത്ലി സാലറി കിട്ടുന്നതും വീക്ക്ലി അലവൻസ് കിട്ടുന്നതും ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് റീഇൻഫോഴ്സ്മെന്റ് ഇല്ല, റീഇൻഫോഴ്സ്മെന്റ് വളരെ കുറവാണ്. റീഇൻഫോഴ്സ്മെന്റ് ഇല്ല എന്നുള്ളതല്ല, റീഇൻഫോഴ്സ്മെന്റ് അത്ര ഭയങ്കര സ്ട്രോങ് അല്ല ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണെങ്കിൽ. ആൻഡ് വി ഹാവ് വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് അൺപ്രഡിക്റ്റബിൾ ടൈം പീരീഡ്. എപ്പോഴാണ് കിട്ടാന്ന് പറഞ്ഞുകൂടാ, പക്ഷെ കിട്ടും. കറക്റ്റ് ഒരു ടൈം അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂല. അതാണ് വേരിയബിൾ ഇന്റർവെൽ. നമ്മൾ സാധാരണ ഇങ്ങനെ വാട്സാപ്പ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുമല്ലോ, ആരെങ്കിലൊക്കെ അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ നോക്കുക, ആരെങ്കിലൊക്കെ അയച്ചിട്ടുണ്ടാവും. എപ്പോഴാന്ന് പറഞ്ഞുകൂടാ, പക്ഷെ എന്നാലും ഇങ്ങനെ നോക്കി വെക്കുക. അതൊക്കെ ഇതിന് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ലോട്ടറി കാര്യങ്ങളൊക്കെ പല ഐഡിയോളജിയിലും പ്രൊഹിബിറ്റഡ് ആക്കിയത്? എന്തുകൊണ്ടാണ് പല ഗാംബ്ലിംഗ് പോലുള്ള സാധനങ്ങളൊക്കെ നിരോധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഹൈലി അഡിക്റ്റീവ്. അതിന്റെ ഒരു റീസൺ സൈക്കോളജിക്കൽ റീസൺ ആണ്. ബിക്കോസ് ദ റെയിൻഫോഴ്സ്മെന്റ് ഈസ് വേരിയബിൾ റേഷ്യോ. എപ്പോഴാണ് കിട്ടുക പറഞ്ഞൂടാ. അപ്പൊ ലോട്ടറി എടുത്ത ആൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും, എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ എടുത്തോണ്ടിരിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഇൻഡെപ്തിൽ പോകേണ്ടതില്ലാത്തത് കൊണ്ടും എന്നാൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ കുറച്ചൊക്കെ പറയേണ്ടതുള്ളതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, എഡ്വാർഡ് തോൺഡ്രൈക്ക്. ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് എക്സ്പെരിമെന്റ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. സ്ലൈഡിൽ മൂന്നാമതായിട്ട് വന്നേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത്, എഡ്വാർഡ് തോൺഡ്രൈക്ക്. ഇദ്ദേഹത്തിന്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ തന്നെ ആ ഒരു ടേമിൽ തന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ട്രൈസ് മൾട്ടിപ്പിൾ റെസ്പോൺസസ് അൺടിൽ ദേ ഫൈൻഡ് ദ കറക്റ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരുപാട് ട്രയൽ ചെയ്ത് നോക്കും, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ശരിയാകും. അങ്ങനെയാണ് ലേണിംഗ് സംഭവിക്കുന്നത്. ട്രയലിലൂടെയാണ് ലേണിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗിന്റെ ഒരു ബേസിക് പ്രിമൈസ്. അപ്പൊ ലേണിംഗ് ഗ്രാജുവൽ ആണ്, എക്സ്പെരിമെന്റൽ ആണ്. പെട്ടെന്നൊരു സഡൻ ഇൻസൈറ്റ് ഉണ്ടാകുന്നതല്ല. ഇങ്ങനെ ചെയ്തോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ശരിയാവുക എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗിന്റെ ഒരു ബേസിക് ഐഡിയ. ഒരു പൂച്ചനെ വെച്ചാണ് ഇദ്ദേഹം ഈ ഒരു സാധനം കണ്ടക്ട് ചെയ്തത്, ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. തോണ്ടൈക്കിന്റെ പൂച്ച. അപ്പോ പൂച്ച പല പല പണികളും ചെയ്തു നോക്കി. അങ്ങനെ ചെയ്ത് ഒടുക്കം കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് അദ്ദേഹം എത്തി. ട്രയലില്ലാത്ത ഒരു സാധനത്തിലേക്ക് പൂച്ച സാർ എത്തി എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ സംഭവിച്ചൊരു കാര്യം. ഇതിൽ രണ്ട് മൂന്ന് എഫക്റ്റുകൾ പറയുന്നുണ്ട്. ആ ഒരു പേരെങ്കിലും ഓർത്ത് വെക്കുക. ലോ ഓഫ് എഫക്ട്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്. റെസ്പോൺസസ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് കോൺസിക്വൻസസ് ആർ സ്ട്രെങ്തൻഡ്. നമ്മൾ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് ഇത് വേണമെങ്കിൽ പറയാം. നമ്മൾ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കോൺസിക്വൻസസ് കിട്ടുകയാണെങ്കിൽ ആ റെസ്പോൺസുകൾ സ്ട്രെങ്തൻ ആകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ലോ ഓഫ് എഫക്റ്റിൽ പറയുന്നത്. ലോ ഓഫ് എക്സസൈസ്, the more a stimulus response connection is practiced, the more it becomes. അപ്പോൾ എത്രത്തോളം ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് അത് സ്ട്രോങ് ആവുന്നതാണ്. ഒരേ മാത്സ് പ്രോബ്ലം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് മാറും ഇൻ ഫ്യൂച്ചർ. അതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാം. റെഡിനെസ് വളരെ പ്രധാനമാണ്. ലേണിംഗ് ഒക്കെ ബെസ്റ്റ് വെൻ ദ നോളേജ് വെൻ ദ ലേണർ ഈസ് ഫിസിക്കലി ആൻഡ് മെന്റലി റെഡി. അപ്പോൾ ഒരു ലേണർ എത്രത്തോളം വിജിലന്റ് ആകണം, പ്രിപ്പയർഡ് ആകണം, റെഡി ആകണം എന്നുള്ളത് റെഡിനെസ് കാണിക്കുന്നതാണ് ലോ ഓഫ് റെഡിനെസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ മാത്രം. നൗ വി ആർ മൂവിങ് ടു കൊഗ്നിറ്റീവ് തിയറി. ഒരുപാട് തിയറീസൊന്നും നമ്മൾ നോക്കുന്നില്ല, കുറഞ്ഞ തിയറീസ് മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ആൾറെഡി വൈഗോട്സ്കിന്റെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ബിഹേവിയറിസം കുറച്ചുകൂടെ ഒബ്സർവബിൾ ബിഹേവിയർ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ കുറച്ചുകൂടെ ഇന്റേണൽ മെന്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് കൊഗ്നിറ്റീവ് തിയറികളിൽ പറയുന്നത്. ഹൗ പീപ്പിൾ തിങ്ക്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ ആൻഡ് സോൾവ് പ്രോബ്ലം, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട വാദം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബിഹേവിയറൽ ചേഞ്ച് മാത്രമല്ല, അതിൽ അക്വയറിംഗ് നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, മെന്റൽ സ്കിൽസ് ഇതൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ബേസിക് ഐഡിയ. നമ്മളൊരു രണ്ട് പ്രധാനപ്പെട്ട തിയറികൾ നോക്കുകയാണ്. ഇൻസൈറ്റ് ലേണിംഗ്, വോൾഫ് ഗാങ് കൊഹ്ലർ, ഗസ്റ്റാൾ സൈക്കോളജിസ്റ്റുകളിൽ പെട്ട ഒരാളാണ് വോൾഫ് ഗാങ് കൊഹ്ലർ. അദ്ദേഹത്തിന്റെ ഒരു രസകരമായിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ ഒരു റിസൾട്ടാണ് ഇൻസൈറ്റ് ലേണിംഗ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പഠിച്ചെടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല.
ഒരു സഡൻ റിയലൈസേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ഒരു ആഹാ മൊമെന്റ് ഒക്കെ സംഭവിക്കാറുണ്ട്, ഒരു യുറേക്ക മൊമെന്റ് ഒക്കെ പലപ്പോഴും ആളുകളിൽ സംഭവിക്കാറുണ്ട്. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് വോൾഫ് ഗാങ് കോഹ്ലർ. ഇദ്ദേഹം ചെയ്തെന്താ വെച്ചാല് ഒരു കേജിൽ കുറെ ഒരു ചിമ്പാൻസിനാക്കി, അതിന്റെ കേജിന്റെ മുകളിൽ ചിമ്പാൻസിക്ക് എത്താത്ത ഉയരത്തിൽ ഒരു പഴക്കൊല കൊട്ടി തൂക്കി. ചിമ്പാൻസി കുറെ ചാടി വെക്കും പറഞ്ഞു വെക്കും ഒക്കെ ചെയ്തു, പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. കുറെ ട്രയൽ ആൻഡ് ലേണിംഗ് ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. പെട്ടെന്നാണ് ചിമ്പാൻസിക്ക് ഒരു ഐഡിയ കത്തിയത്, ഒരു ആഹാ മൊമെന്റ് ഉണ്ടായത്. ഇത് കുറെ ഇങ്ങനെ കുറെ ആലോചിച്ചുണ്ടാക്കിയൊന്നല്ല, ഒരു ഇൻസൈറ്റ് പോലെ, ഒരു യുറേക്ക മൊമെന്റ് പോലെ ചിമ്പാൻസിന്റെ തലേക്ക് വന്നതാണ്. അവിടെ കുറച്ച് ബോക്സുകൾ സൈഡിലായിട്ടുണ്ടായിരുന്നു. ആ ബോക്സുകൾ മൂപ്പര് കണ്ടപാട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ ബോക്സിന്റെ മേലെ കയറി നിന്ന പഴക്കൊല എത്തിപ്പിടിച്ച് തിന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ലേണിംഗ് ഒക്കർ ത്രൂ മെന്റൽ പ്രോസസ്സിംഗ് ആൻഡ് ഇൻസൈറ്റ്. ഇപ്പൊ നമ്മൾ ഒരു ട്രയൽ ആൻഡ് എററിൽ സംഭവിക്കുന്നതല്ല, റേദർ ആൾ ഓഫ് എ സഡൻ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻസൈറ്റിന്റെ പുറത്ത് വരുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ലേണിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കൊഹ്ലറിന്റെ അഭിപ്രായം. കൊഗ്നിറ്റീവ് പ്രോസസ്സസ് പ്ലേ എ കീ റോൾ ഇൻ പ്രോബ്ലം സോൾവിംഗ്, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് വി ആൾസോ ഹാവ് ലാറ്റൻ ലേണിംഗ്, എഡ്വേർഡ് ടോൾമൻ. ഇനി ഒരുപാട് തിയറികൾ ഉണ്ട് കേട്ടോ. തിയറികൾ കുറെ പറയുന്നതിൽ അർത്ഥമില്ലാന്നുള്ളതുകൊണ്ട് ചുരുക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ്. ലാറ്റൻ ലേണിംഗ് എഡ്വേർഡ് ടോൾമന്റെ ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആയിട്ട് വന്ന കാര്യമാണ്. അദ്ദേഹം ടോൾമാൻ പസിൽ എന്ന് പറയുന്ന ഒരു മെയ്സിൽ കുറച്ച് എലികളെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണിത്. എന്താണ് ലാറ്റൻ ലേണിംഗ്? Learning that occurs without any obvious reinforcement or immediate demonstration, and it is not apparent and still there is a reason to use it. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും, ക്ലാസ്സിലൊന്നും ഒരു ഇതുണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു മറുപടി ഒന്നും ഉണ്ടാവില്ല. അവൻ പഠിക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. എക്സാമിന് എന്നാലും ഉണ്ടാവും നല്ല വൃത്തിയിൽ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടാകും. ഓരിലൊക്കെ സെറ്റേറിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അവരിലൊക്കെ സംഭവിച്ചത് ലാറ്റൻ ലേണിംഗ് ആണ്. പ്രത്യേകിച്ച് ഒരു എൻഫോഴ്സ്മെന്റ് ഒന്നും ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന മറ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പാസീവായിട്ട് ക്ലാസ് കളിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷെ എക്സാമിൽ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യും. കാരണം അവിടെയാണ് അതിന്റെ ഒരു അത് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് അവർ കാണുന്നത് എക്സാം പേപ്പർ മാത്രമാണെന്നുള്ളതുകൊണ്ടാണ് അവർ ക്ലാസ്സിലൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്. എലികളിൽ എന്താ സംഭവിച്ചത്? എലികൾ എങ്ങനെ മെയ്സിൽ കൂടെ കടത്തി വിട്ടു. എലികൾ ആ ഒരു മെയ്സ് ഒക്കെ ഇങ്ങനെ എന്താണ് ഫുൾഫിൽ ചെയ്തു. റെയിൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തില്ല. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഒരു റെയിൻഫോഴ്സ്മെന്റ് കൊടുത്ത സമയത്ത് വളരെ ഇമ്മീഡിയറ്റ്ലി ആ സാധനം, ആ ഒരു മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് അവർക്ക് അത് ക്രോസ് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ആൾറെഡി ഒരു കൊഗ്നിറ്റീവ് മാപ്പ്, മെയ്സിന്റെ ഒരു കൊഗ്നിറ്റീവ് മാപ്പ് എലികളൊക്കെ ആൾറെഡി മൈൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനം ഇനി എപ്പോഴാണോ ഉപയോഗം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ അത് യൂസ് വരുന്നത്, അപ്പോൾ എടുക്കാന്ന് മാത്രം. അപ്പൊ റെയിൻഫോഴ്സ്മെന്റും ഡെമോൺസ്ട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ലേണിംഗ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ട്. അത് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിലൊരു ചേഞ്ച് എന്നാണ് എഡ്വേർഡ് ടോൾമൻ ലേറ്റൻ ലേണിംഗിൽ പറഞ്ഞത്. ഓർഗാനിസംസ് ഫോം എക്സ്പെക്ടേഷൻസ് ആൻഡ് ഇന്റേണൽ റെപ്രസെന്റേഷൻസ്. ഇതാണ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് തിയറീസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഒരുപാട് സമയമായിട്ടുണ്ട്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലോ പറയാത്ത കാര്യങ്ങളിലോ ഒക്കെ. ക്ലാസ്സിന്റെ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് ഇതിൽ ഇനി ICT എനാബിൾഡ് ലേണിംഗ് ടീച്ചിങ് സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഞാനിത് ICT ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സ്വയം മൂക്ക് കോഴ്സുകളൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ടും പറയുന്നുണ്ട്. ICTയിലും ഹയർ എഡ്യൂക്കേഷനിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് ആൾറെഡി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലാസ് മനസ്സിലാവുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇന്ന് പ്രതികരിക്കും, 4 പേരേ ഉള്ളൂ. I hope everything is clear. Okay. Thank you guys. Thanks for joining. See you all tomorrow.